ലൂത്ത് നബിയും ചാവ് തടാകവും. ജോർഡാന്റെ തലസ്ഥാനമായ അമ്മാൻ നഗരമാണിത്. ഇവിടുന്ന് 55 കിലോമീറ്റർ അകലെയാണ് ചാവു തടാകം സ്ഥിതി ചെയ്യുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ സഹോദരപുത്രനായ ലൂത്ത് നബിയെ ഫലസ്തീന്റെ കിഴക്കൻ പ്രദേശങ്ങളിലേക്കാണ് അള്ളാഹു നിയോഗിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട നഗരം സദോം ആയിരുന്നു. 4000 വർഷങ്ങൾക്ക് മുൻപ് സ്വവർഗ സംഭോഗികളായിരുന്ന തന്റെ ജനതയോട് ദൈവദൂതനായ ലൂത്ത് നബി ആ നീചകൃത്യത്തിൽ നിന്ന് പിന്തിരിയാൻ കൽപ്പിക്കുകയുണ്ടായി. അവർ പിന്തിരിഞ്ഞില്ലെന്ന് മാത്രമല്ല, പരസ്യമായി സ്വവർഗ സംഭോഗം തുടരുകയും ജനങ്ങളെ കൊള്ളയടിക്കുകയും ചെയ്തു. ഈ ദുഷ്പ്രവർത്തനത്തിൽ മുഴുകിയ ജനതയെ സംസ്കരിക്കുവാൻ അദ്ദേഹം പരിശ്രമിച്ചു. ഭാര്യ ഒഴിച്ചുള്ള തൻ്റെ വീട്ടുകാർ മാത്രമാണ് സത്യവിശ്വാസികളായത്. ആ നാടിനെ നശിപ്പിക്കാൻ മനുഷ്യരൂപത്തിൽ അവിടെ എത്തിയ മലക്കുകളെപ്പോലും സ്വവർഗരതിക്കിരയാക്കാൻ അവർ ഓടിവന്നു. മലക്കുകൾ ലൂത്ത് നബിയോടും ഭാര്യ ഒഴികെയുള്ള വീട്ടുകാരോടും നാടുവിടാൻ അള്ളാഹു കൽപ്പിച്ചതായി അറിയിച്ചു. പിന്നീടുണ്ടായ സംഭവം ഖുർആൻ പറയുന്നു. അധ്യായം 11 ഹൂദ് 82-ാം സൂക്തം. فَلَمَّا جَاءَ أَمْرُنَا جَعَلْنَا عَالِيَهَا سَافِلَهَا وَأَمْطَرْنَا عَلَيْهَا حِجَارَةً مِّن سِجِّيلٍ مَّنضُودٍ. അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ ആ നാടിനെ നാം കീഴ്മേലായി മറിക്കുകയും അട്ടിയട്ടിയായി ചൂളവെച്ച ഇഷ്ടികക്കല്ലുകൾ നാം അവരുടെ മേൽ വർഷിക്കുകയും ചെയ്തു. ആ ദുഷ്ടജനങ്ങളെ നശിപ്പിക്കാൻ ഇറക്കിയ രാസമഴയുടെയും ഭൂകമ്പത്തിൻ്റെയും ഫലമായി രൂപം കൊണ്ട ഈ ചാവു തടാകത്തിലെ ഉപ്പിൻ്റെ തോത് സാധാരണ സമുദ്രജലത്തിൻ്റെ തോതിനേക്കാൾ 8 ഇരട്ടിയാണ്. ഉപ്പും മറ്റ് ലവണങ്ങളും വൻതോതിൽ അലിഞ്ഞു ചേർന്നതിനാൽ സാന്ദ്രത കൂടിയ ഈ വെള്ളത്തിൽ കിടന്നാൽ ആണ്ടുപോവുകയില്ല. ജീവന്റെ അംശം തീരെ അസാധ്യമായതിനാലാണ് ചാവു തടാകം, അൽ ബഹറുൽ മയ്യിത്ത്, ഡെഡ് സീ എന്നെല്ലാം ഇത് അറിയപ്പെടുന്നത്. 82 കിലോമീറ്റർ നീളവും 18 കിലോമീറ്റർ വീതിയുമുള്ള ഈ തടാകമധ്യത്തിൽ 1400 മീറ്റർ വരെ ആഴമുണ്ട്. അക്കരെ ഫലസ്തീനാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 1300 അടി താഴെയാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ജോർഡാന്റെയും ഇസ്രായേലിന്റെയും ഇടയിലാണ് ഈ തടാകത്തിന്റെ സ്ഥാനം. അധ്യായം 29 അൻകബൂത്ത് 34-35 സൂക്തങ്ങളിൽ അല്ലാഹു പറയുന്നു. إنا منزلون على أهل هذه القرية رجزا من السماء بما كانوا يفسقون ولقد تركنا منها آية بينة لقوم يعقلون. ഈ നാട്ടുകാരുടെ മേൽ അവർ ചെയ്തുകൊണ്ടിരുന്ന അധർമ്മത്തിൻ്റെ ഫലമായി ആകാശത്തു നിന്ന് ഒരു ശിക്ഷ ഇറക്കുന്നതാണ്. തീർച്ചയായും ചിന്തിക്കുന്നവർക്ക് വ്യക്തമായ ഒരു ദൃഷ്ടാന്തം നാം അവശേഷിപ്പിച്ചിരിക്കുന്നു. എക്കാലത്തുമുള്ള സ്വവർഗ സംഭോഗികൾക്ക് ഒരു മുന്നറിയിപ്പായിട്ടാണ് അള്ളാഹു ഈ തടാകത്തെ നിലനിർത്തിയിരിക്കുന്നത്. സദോം നിവാസികളോട് ദൈവത്തിന് പ്രത്യേക വിരോധവും നമ്മോട് പ്രത്യേക സ്നേഹവും ഇല്ലെന്നോർക്കുക. ഭൗതിക ശിക്ഷകൾക്ക് പുറമെ ഭയാനകമായ നരകശിക്ഷയും പരലോകത്ത് അക്കൂട്ടർക്ക് ഒരുക്കി വച്ചിട്ടുണ്ട്. ഈ ദുഷ്പ്രവർത്തനത്തിലേർപ്പെടുന്നവർ അതിൽ നിന്ന് പിന്തിരിയുക. ചരിത്രത്തിൽ നിന്ന് പാഠം പഠിച്ച് പരിശുദ്ധ ജീവിതം നയിക്കുക.